നിലവിലുള്ള PSC റാങ്ക് ലിസ്റ്റുകൾക്ക് കൂടി ബാധകമാക്കിക്കൊണ്ട് മുന്നോക്ക സംവരണം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലെ പിന്നോക്കക്കാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. CPMന്റെ B ടീമോ C ടീമോ ഒക്കെയായ CPI ഏത് കാര്യത്തിനും ഏറാൻ മൂളും എന്നതുകൊണ്ട് CPIയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഭരണപക്ഷത്തു നിന്ന് മുറുമുറുപ്പ് പോലും ഉയരില്ല. സാമ്പത്തിക സംവരണം എന്നാൽ സവർണ സംവരണം മാത്രമാണ്. സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്തത് പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ അവഗണിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച കവർ സ്റ്റോറി മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. കശുവണ്ടി തൊഴിലാളികളിൽ ഭൂരിപക്ഷമായ പിന്നോക്കക്കാരെ അവിടുത്തെ അഴിമതി അന്വേഷിക്കില്ല എന്ന തീരുമാനത്തിലൂടെ പിണറായി വിജയന്റെ സർക്കാർ എങ്ങനെ വഞ്ചിച്ചു എന്ന്. എല്ലാ മേഖലകളിലും ഈ വഞ്ചനയാണ് നടക്കുന്നത്. ഇപ്പോൾ സർക്കാർ ചർച്ച നടത്തുന്നത് മുന്നോക്ക വിഭാഗങ്ങളുമായാണ്. അല്ലെങ്കിൽ സ്വാധീനമുള്ള ചില സമുദായ സംഘടനകളെ മാത്രം വിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് മുന്നോക്ക സംവരണം നടപ്പാക്കേണ്ടി വരുന്നു എന്നറിയിക്കുകയാണ്. അല്ലാതെ പിന്നോക്ക സംവരണം യഥാർത്ഥത്തിൽ ലഭ്യമാക്കാനോ അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാനോ സംസ്ഥാന സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല. ഈ വഞ്ചന പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ എത്ര കാലം സഹിക്കും? ജാതീയമായ വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ പിന്നോക്കക്കാരെ എല്ലാ മേഖലകളിലും മുന്നിലേക്കെത്തിക്കാനുള്ള ഏറ്റവും നിയമപരവും യുക്തിപരവുമായ വഴിയാണ് സംവരണം. സംവരണത്തിന്റെ ആനുകൂല്യം ആ വിഭാഗങ്ങളിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് എത്തിക്കാനുള്ള സാമൂഹ്യ ചിന്തയൊന്നുമല്ല സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമുള്ളത്. മുന്നോക്കക്കാരുടെ ആശങ്ക പരിഹരിച്ച്, അതായത് പ്രീതിപ്പെടുത്തി അവരിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കലാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ദാരിദ്ര്യം മാറ്റാൻ എന്ന മറ പിടിച്ച് സാമ്പത്തിക സംവരണം തെരഞ്ഞെടുപ്പ് ലാക്കാക്കി നടപ്പാക്കുന്നത്. ഗ്രാമപ്രദേശത്ത് 2.5 ഏക്കർ വരെയുള്ളവർ സംവരണ വിഭാഗത്തിൽപ്പെടും. കോർപ്പറേഷൻ പരിധിയിൽ 49 സെന്റ്, മുനിസിപ്പാലിറ്റിയിൽ 74 സെന്റ്. സർക്കാർ ജോലിയില്ലാത്ത ഒരാൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ 49 സെന്റ് ഉണ്ടെന്ന് കരുതുക. സംവരണത്തിന് അർഹമായ ദാരിദ്ര്യമാണത് സർക്കാർ കണക്കിൽ. അപ്പുറത്ത് ജാതി സംവരണം എന്ന ഭരണഘടനാ അവകാശമുള്ള ഭൂരിപക്ഷവും 3 സെന്റ് കോളനികളിലും തോട്ടുവരമ്പത്തുമാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്നത് എന്ന് മറക്കരുത്. CPM പറയുന്ന സാമൂഹ്യ നീതിയുടെ അർത്ഥം എന്താണ്? നായരും നമ്പൂതിരിയും സുറിയാനി ക്രിസ്ത്യാനിയും അടക്കം രാഷ്ട്രീയ സ്വാധീനമുള്ള സമുദായങ്ങളെ പ്രീണിപ്പിക്കുവാൻ മാത്രമാണ് ഇപ്പോൾ ഈ സവർണ സംവരണം സർക്കാർ നടപ്പാക്കുന്നത്. CPM ചായ്വുള്ള സമരത്തിനും ജാഥയ്ക്കും ആളായെത്തുന്ന ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക സമുദായങ്ങളോടുള്ള കൊടും ചതി. സവർണ വോട്ട് ബാങ്കുകൾ ഏകീകരിക്കാൻ ആ വിഭാഗങ്ങളുമായി ചർച്ചയടക്കം നടപടികൾ വേറെയും നടത്തുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് സംവരണം നിലനിൽക്കുന്ന സംവരണത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുറവ് വരുത്തുക എന്നത് സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അത് ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനൊരു കാര്യവും വരില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തത്, തൽക്കാലം ഈ വർഷം നടപ്പാക്കുമ്പോൾ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ സീറ്റുകൾ കൊടുക്കലാണ്, ഈ പറയുന്ന 10%. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ഒരു തരത്തിലുള്ള കുറവും സംഭവിക്കുന്നില്ല. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തിയ നിയമനങ്ങളെല്ലാം അംഗീകരിച്ച് സർക്കാർ വക ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞ ദിവസം ധനമന്ത്രി തോമസ് ഐസക് തീരുമാനിച്ചിട്ടുണ്ട്. ഭരണഘടനാപരമായ ഒരു പിന്നോക്ക സംവരണവും ഏർപ്പെടുത്താത്ത മേഖലയാണ് എയ്ഡഡ് മേഖല. എയ്ഡഡ് മേഖലയിലെ നിയമനം PSCക്ക് വിടാൻ ആലോചിച്ച് പിന്തിരിഞ്ഞോടിയ ചരിത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. ഈ വഞ്ചനകളെല്ലാം ചരിത്രത്തിലുണ്ടാകും. അധികാരം മാത്രമാണ് ലക്ഷ്യം, ഭരണ തുടർച്ച മാത്രമാണ് ലക്ഷ്യം എന്നു പറഞ്ഞു മുന്നേറുമ്പോൾ ആരൊക്കെ ഏതൊക്കെ വിഭാഗങ്ങളാണ് ചവിട്ടി മെതിക്കപ്പെടുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് മക്കളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും പടർന്നു പന്തലിക്കുന്നത് എന്നെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്.